അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കും സൗഖ്യവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ഹദീസ് ഗ്രന്ഥമായ റിയാദുസ് സ്വാലിഹീനാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ബാബുൻ ഫിൽ മുജാഹദ, അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഈ പാഠം പൂർത്തിയായി കഴിയുമ്പോൾ ഈ പാഠത്തിലെ ഇന്നെടുത്തതും കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തതുമായ എല്ലാ ഹദീസുകളും ഒന്നുകൂടി പഠിച്ച് കൃത്യമായി ഒന്ന് ഉറപ്പുവരുത്തണം എന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് അല്ലാഹു വർദ്ധിപ്പിച്ച് തരട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ് നമ്മുടെ കിതാബിലെ 64-ാം നമ്പർ ഹദീസാണ്. കിതാബിലേക്ക് നോക്കി. വഅൻ അബീ ഫിറാസ് റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി ഖാദിമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻ. റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയിൽ നിന്ന് നിവേദനം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമാണ്, സേവകനാണ് മഹാനവറുകൾ. പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന, അതുതന്നെ പുണ്യനബിയുടെ അഹ്ലു സുഫ മദീനയിലുണ്ടായിരുന്നല്ലോ. പുണ്യനബിയുടെ കൂടെ ഇൽമു പഠിക്കാൻ വേണ്ടി പള്ളിയുടെ ഒരു ചെരുവിൽ താമസിച്ചിരുന്ന സുഫത്തിൻ്റെ അഹ്ലുകാരിൽ പെട്ട ഒരാൾ കൂടിയാണ് റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുകയാണ്, ഖാല കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുൻതു അബീതു, ഞാൻ രാപ്പാർക്കാറുണ്ടായിരുന്നു. മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ. അഥവാ നബിതങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക തന്നെയാണ് മഹാനവറുകൾ കടന്നിരുന്നത്. രാത്രി പുണ്യനബിക്ക് വല്ല ആവശ്യങ്ങളും വരികയാണെങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കാനാണ് അദ്ദേഹം അവിടെ തന്നെ കിടന്നത്. അങ്ങനെ മഹാനവറുകൾ പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ രാപ്പാർക്കാറുണ്ടായിരുന്നു. ഫആതീഹി ബിവളൂഇഹി വഹാജതിഹി. അങ്ങനെ നബിതങ്ങൾക്ക് ഞാൻ വുളൂ ചെയ്യാനുള്ള വെള്ളവും അവിടുത്തെ മറ്റു ആവശ്യങ്ങളും കൊണ്ടു കൊടുക്കാറുമുണ്ടായിരുന്നു. കുൻതു അബീതു, ആ കുൻതുവിൻ്റെ അവിടേക്കാണ് ഫാത്തിഹി. അപ്പം ഞാൻ രാപ്പാർക്കാറുണ്ടായിരുന്നു, കൊണ്ടു കൊടുക്കാറുമുണ്ടായിരുന്നു. വുളൂ എന്ന് പറഞ്ഞാൽ അംഗസ്നാനം, ആ കർമ്മം, വുളൂ എന്ന കർമ്മം. വളൂ എന്ന് പറഞ്ഞാൽ വുളൂ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട വെള്ളത്തിനാണ് വളൂ ബിഫത്ഹിൽ വാവി പറയാറുള്ളത്. വഹാജത്തിഹി, അവിടുത്തെ ആവശ്യങ്ങളും കൊണ്ടു ചെല്ലാറുണ്ടായിരുന്നു. വസ്ത്രോ ചെരിപ്പോ അങ്ങനെ എന്താണ് നബിതങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ അതൊക്കെ ഞാൻ കൊണ്ടുകൊടുക്കാറുണ്ടായിരുന്നു.
അങ്ങനെ നബിതങ്ങൾക്ക് ഞാൻ വേണ്ട ഖിദ്മത്തുകൾ ചെയ്യാറുണ്ട്. ഫഖാൽ, ഒരിക്കൽ അവിടുന്ന് ചോദിച്ചു, സൽനീ, എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞു. റബീഅയോട് പുണ്യനബി പറഞ്ഞു, സൽനീ, എന്നോട് ചോദിച്ചോ, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി. എനിക്കും വേണ്ടി ഇത്രയും സേവനങ്ങൾ ചെയ്ത് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതിന് പകരമായിട്ട് എന്താ വേണ്ടെങ്കിൽ ഞാൻ തരാം, നിങ്ങൾക്ക് ചോദിക്കാം, ചോദിച്ചോളൂ. അങ്ങനെയാണല്ലോ മാന്യന്മാരായ ആളുകളുടെ രീതി. എന്നിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ അതിനേക്കാൾ നല്ലൊരു പ്രത്യുപകാരം തിരിച്ച് ചെയ്യുക എന്നുള്ളത് മാന്യന്മാരുടെ സ്വഭാവമാണല്ലോ. പുണ്യനബിയേക്കാൾ വലിയൊരു മാന്യൻ ഇല്ലല്ലോ. അപ്പോൾ പുണ്യനബി പറയാണ് റബീഅയോട്, റബീഅ, എന്താ വേണ്ടിച്ചെങ്കിൽ ചോദിച്ചോ. പുണ്യനബിക്ക് അങ്ങനെ അള്ളാഹു തആല അധികാരം നൽകിയിട്ടുണ്ട്. അതിനുള്ള സൗകര്യം നബി തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്താണ് വേണ്ടതെങ്കിൽ എന്തും നൽകാനുള്ള അധികാരം ഉണ്ട് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ, എനിക്ക് പറ്റുന്നത് ചോദിച്ചോ, അല്ലെങ്കിൽ ഇന്നിയും കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ചോദിച്ചോ എന്നല്ലേ പറയേണ്ടത്. ഇതല്ല, എന്തും ചോദിക്കാം. ഇനി നോക്ക് നിങ്ങൾ, ശേഷമുള്ള ആ റബീഅ തങ്ങളുടെ വാക്കിൽ നിന്ന് ഒന്നുകൂടി അത് വ്യക്തമാകും. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു. റബീഅ പറയാണ്, അപ്പോൾ ഞാൻ ചോദിച്ചു. അസ്അലുക, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു. അസ്അലുക, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള അങ്ങയോടുള്ള സഹവാസം ഞാൻ ചോദിക്കുന്നു. എനിക്ക് സ്വർഗത്ത് കിടന്നാൽ മാത്രം പോരാ, ഒപ്പം മുറാഫക്കത്തും വേണം, അങ്ങയുടെ അടുത്ത കൂട്ടുകാരനാകണം. ആ സഹവാസത്തെ ഞാൻ ചോദിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള അതാണ്, എനിക്ക് നാളെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഫഖാല, അപ്പോൾ പുണ്യനബി പറഞ്ഞു, റബീഅയോട് ചോദിച്ചു, അവ വൈറദാലിക്, അതല്ലാത്ത വല്ലതുമുണ്ടോ? കുൽത്തു, റബീഅ പറയാണ്, അപ്പം ഞാൻ മറുപടി പറഞ്ഞു, ഹുവദാക്, എനിക്കത് തന്നെ മതി, എനിക്കതന്നെ വേണ്ടത്, വേറൊന്നും വേണ്ട. കാല, അപ്പോൾ പുണ്യനബി പറഞ്ഞു, എങ്കിൽ ഫഇന്നി അലാ നഫ്സിക് ബികസ്റത്തി സുജൂദ്, എങ്കിൽ നീ എന്നെ സഹായിക്കണം. അലാ നഫ്സിക്, നിൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിൽ. ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്താ? സ്വർഗത്തിൽ തന്നെ അവിടുത്തെ സഹവാസമാണ് ചോദിച്ചത്. അപ്പോൾ പുണ്യനബി അതിനെ അംഗീകരിക്കുകയും ചെയ്തു. ഇവിടെ നമ്മളൊരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുത്തനാശയക്കാരായ ആളുകൾ പടപ്പുകളോട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്കൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറമുള്ള ചോദ്യങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്നും, അത് പടപ്പുകളോട് ചോദിച്ചാൽ അത് പടച്ചവനോട് പങ്കു ചേർക്കലാണെന്നും അത് ശിർക്കാണെന്നും അവർ ജൽപ്പിക്കാറുണ്ട്. അതുവഴി മഹാന്മാരായ ആളുകളോട്, അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മൺമറഞ്ഞവരാകട്ടെ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സാധാരണഗതിയിൽ മനുഷ്യർക്ക് കഴിയാത്ത, അവരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ അത് ശിർക്കാണ്, അതവരെ ആരാധിക്കലാണ്, അത് അവരെ ഇലാഹാക്കലാണ്,
അത് അവരെ അള്ളാഹുവിനോട് തുല്യരാക്കലാണ് എന്നൊക്കെ വാദിക്കാറുണ്ട്. ആ വാദത്തിന് യാതൊരു ന്യായവുമില്ല, അത് അബദ്ധമാണ് എന്ന് ഈ ഹദീത്തിൻ്റെ ആശയം വിളിച്ചോതുന്നുണ്ട്. കാരണം പുണ്യനബി എന്ത് വേണമെങ്കിൽ എന്നോട് ചോദിച്ചോ എന്നാണ് റബീഅയോട് പറയുന്നത്. എനിക്ക് കഴിയുന്ന എൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചോ എന്ന അർത്ഥത്തിലല്ല പുണ്യനബി റബീഅയോട് പറഞ്ഞത് തന്നെ. എന്നിട്ട് റബീഅ ചോദിച്ചതോ സാധാരണഗതിയിൽ നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ പിന്നെ റബീഅ അത് ചോദിച്ചപ്പോൾ പുണ്യനബി റബീഅ അത് ചോദിക്കരുത് കേട്ടോ, അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. അത് പടപ്പുകളോട് ചോദിച്ചാൽ അത് പടപ്പുകളെ പടച്ചവൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കലാണ്, അത് ആരാധനയാണ്, അത് ശിർക്കാണ് എന്ന് പുണ്യനബി പറഞ്ഞോ? ഇല്ല. അപ്പോൾ മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് കറാമത്തുകളിലൂടെ ചില അംഗീകാരങ്ങൾ നൽകും. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അംഗീകാരത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഏറ്റവും ഉന്നത വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് അംഗീകരിച്ചു. അതോടൊപ്പം പുണ്യനബി പറഞ്ഞു, ഫഇന്നി, അതിന് നീ എന്നെ സഹായിക്കണം. അആന യുഈനു, സഹായിച്ചു. അതിൻ്റെ അമ്ര അഇൻ, സഹായിക്ക്. പിന്നെ എന്നെ സഹായിക്ക്, അഇന്നി. ആ രണ്ട് നൂനും ഇങ്ങോട്ട് ഇദ്ഗാമ് ചെയ്തപ്പോഴാണ് അഇന്നി എന്നായത് മാറിയത്. സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കണം, എൻ്റെ നെഫ്സിനെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിക്കും. അങ്ങനെ ധാരാളം സുജൂദുകൾ കൂടി ചെയ്ത് അതിന് നീ അർഹനായി തീരണം എന്ന് പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ധാരാളം സുജൂദ് ചെയ്താൽ അത് സ്വർഗത്തിലെത്താനും പുണ്യനബിയുടെ സാമീപ്യം കരസ്ഥമാക്കാനുമൊക്കെ സാധിക്കുമെന്നും ഈ ഹദീസ് അർത്ഥം നൽകുന്നുണ്ട്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അടുത്ത ഹദീസ് 65 നമ്പർ ഹദീസ്. ഈ ഹദീസോടു കൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് എന്നവർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമീങ്ങളിൽ ഒരാളാണ് അനസ് എന്നവരും, നിങ്ങൾക്കറിയാം. ഖാബ അമ്മി അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു, എൻ്റെ പിതൃവ്യൻ അനസ് ബിൻ നദർ എന്നവർക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഖാബ പറഞ്ഞാൽ ഖായിബായി, ഹാദിറാകാൻ കഴിഞ്ഞില്ല. എന്തിന്? അൻ ഖിതാലി ബദർ, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് പോയതൊരു യുദ്ധത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, ഒരു കച്ചവട സംഘത്തെ തടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ യുദ്ധമെന്ന് അറിഞ്ഞിട്ടില്ല, യുദ്ധത്തിനാണ് പോണത്, ജിഹാദിനാണ് പോണത് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ പോകാതിരുന്നത്, അതിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. ഫഖാല, അങ്ങനെ അനസ് ബിൻ നദർ പറയുകയാണ്. അനസ് ബിൻ മാലിക്കിൻ്റെ പിതൃവ്യനാണ് ഈ അനസ് ബിൻ നദർ കേട്ടോ, രണ്ടാളെയും പേര് അനസ് എന്നാണ്. അനസ് ബിൻ നദർ എന്നവർ മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഗൈബത്തു, ഞാൻ അസന്നിഹിതനായി, എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല. ഓബ സർഫാക്കി വരുമ്പോൾ അതിൻ്റെ വഹ്ദാൻ മുത്തക്കല്ലിമിൻ്റെ സീഗയാണ് ഗൈബത്തു എന്നുള്ളത്. ഓബ ഓബ ഓബു ഓബത്ത് ഓബത്ത ഗൈബുന, ഗൈബ്ത ഗൈബത്തുമാ ഗൈബത്തും ഗൈബത്ത് ഗൈബത്തുമാ ഗൈബത്തുന്ന ഗൈബത്തു, അതാണിത്.
ഗിബ്തു അൻ അവ്വലി ഖിതാലിൻ ഖാതൽതൽ മുശ്രിക്കീൻ, അങ്ങ് മുശ്രിക്കീങ്ങളോട് ബഹുദൈവ വിശ്വാസികളോട് നടത്തിയ ആദ്യ യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അൻ അവ്വലി ഖിതാലിൻ, ഒന്നാമത്തെ യുദ്ധത്തെ തൊട്ട് ഞാൻ അസന്നിഹിതനാണ്, സന്നിഹിതനായിട്ടില്ല. എങ്ങനത്തെ യുദ്ധമാണ്? ഖാതൽതൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളോട് അങ്ങ് യുദ്ധം ചെയ്ത ഒന്നാം യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ലഇനില്ലാഹു അഷ്ഹദനി, അല്ലാഹു തആല എന്നെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ, ഷഹിദ സാക്ഷിയായി, അഷ്ഹദ സാക്ഷിയാക്കി. അപ്പോൾ ലഇനില്ലാഹു അഷ്ഹദനി, എനിക്ക് അല്ലാഹു തആല ഒരു അവസരം തരികയാണെങ്കിൽ, പദാർത്ഥാണ് ഞാൻ സാക്ഷിയാക്കി എന്ന് പറഞ്ഞത്. ഉദ്ദേശം, എന്നെ അല്ലാഹു തആല എനിക്കൊരവസരം തരികയാണെങ്കിൽ, ഖിതാലൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ ഒരവസരം തരികയാണെങ്കിൽ, ലയുരിയന്നല്ലാഹു മാ അസ്നഅ, ഞാൻ എന്താണ് ചെയ്യുകയെന്ന് അല്ലാഹു തആല കാണിച്ചു തരിക തന്നെ ചെയ്യും. റആ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നല്ലേ. അറാ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തു എന്നാണ്. അഫ്അല വസനാണത്. അതിൻ്റെ മുളാരി യുരി എന്നാണ്. അറാ യുരി, യുരി കാണിച്ചു കൊടുക്കും. അതിൽ സഖീലാൻ്റെ നൂന് കടന്നതാണ് ലയുരിയന്ന, ലയഫ്അലന്ന, ലയുരിയന്ന, കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ലയുരിയന്നല്ലാഹു, അല്ലാഹു തആല കാണിച്ചു തരിക തന്നെ ചെയ്യും. മാ അസ്നഉ, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന്. യുദ്ധഭൂമിയിൽ ഞാൻ ചെയ്യണ എൻ്റെ ശക്തമായ പടവെട്ടൽ അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരും, മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കും. ഫലമ്മാ കാന യൗമു ഉഹദ്, അങ്ങനെ ഉഹദ് യുദ്ധമായപ്പോൾ, ഇൻകശഫൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ പിന്തിരിഞ്ഞോടി. ഇൻകശഫ പറഞ്ഞാൽ ഇൻഹസമ വഫറ എന്നാണ്, പിന്തിരിഞ്ഞോടി. ഉഹദ് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ വിജയം മുസ്ലിമീങ്ങൾക്കായിരുന്നു. ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഛിന്ന ഭിന്നമായി. പക്ഷേ പുണ്യനബി തങ്ങൾ നിർദ്ദേശിച്ച ചില നിർദ്ദേശങ്ങൾ മുസ്ലിമീങ്ങളിൽ പലരും പാലിച്ചില്ല. പ്രത്യേകിച്ച് ജബലുർ റുമാത്തിൽ പുണ്യനബി ഏതാനും അമ്പെയ്ത്തുകാരായ സുഹാബികളെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിർത്തിയിരുന്നു. എൻ്റെ നിർദ്ദേശം കിട്ടുന്നത് വരെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത് എന്നും പറഞ്ഞിരുന്നു. പക്ഷെ ശത്രുക്കളൊക്കെ ആകെ പിന്തിരിഞ്ഞോടിയപ്പോൾ അവർ പറഞ്ഞു, യുദ്ധം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് അവിടുന്ന് പിന്തിരിഞ്ഞു പോയി നമുക്ക് ഇറങ്ങിപ്പോരുന്നതിന് കുഴപ്പമില്ലാന്ന്. അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഈ സമയം ശത്രുക്കൾ മലയുടെ മറുവശത്തു കൂടെ വന്ന് അവിടെയുള്ള അമ്പെയ്ത്തുകാരെ കൊല്ലുകയും താഴെയുള്ള മുസ്ലിങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിൻ്റെ ഗതി മുസ്ലിങ്ങൾക്ക് പരാജയത്തിലേക്ക് നീങ്ങി. ഇതാണ് ഇവിടെ പറഞ്ഞത്, ഇൻകശഫൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ പിന്തിരിഞ്ഞോടി. ഫഖാൽ, അപ്പോൾ അനസ് ബിൻ നദർ, എൻ്റെ പിതൃവ്യൻ അനസ് ബിൻ മാലിക് പറയാണ്, എൻ്റെ പിതൃവ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅ്തദിറു ഇലൈക, നിന്നോട് ഞാൻ അല്ലാഹുവേ ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. ചെയ്ത കാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കും. ഇവർ എന്ന് പറഞ്ഞാൽ യഅനി അസ്ഹാബഹു, തൻ്റെ ആളുകൾ അഥവാ മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി. പടച്ചോനെ, അതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. വഅബ്റഅ ഇലൈക മിമ്മ സ്വനഅ ഹഉലാ,
ഇവർ ചെയ്ത ഒരു കാര്യത്തിൽ നിന്നും ഞാൻ അല്ലാഹുവേ എനിക്ക് പങ്കില്ലെന്ന് ഞാൻ ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അബ്റഉ ഞാൻ മുക്തനാക്കുന്നു, ഞാൻ നിരപരാധിയാണെന്ന് ബോധിപ്പിക്കുന്നു, എനിക്ക് പങ്കില്ലെന്ന് ബോധിപ്പിക്കുന്നു. ബരീഇ നിരപരാധി എന്നാണ്, പങ്കില്ലാത്തവൻ. അപ്പോൾ അബ്റഉ എനിക്ക് പങ്കില്ലെന്ന് ഞാൻ ബോധിപ്പിക്കുന്നു, ഇലൈക നിന്നെ ബോധിപ്പിക്കുന്നു. മിമ്മ സ്വനഅ ഉല ഇക്കൂട്ടർ ചെയ്ത ഒന്നിൽ നിന്ന്, മിമ്മ ഒരു കാര്യത്തിൽ നിന്ന്, സ്വനഅ ചെയ്തിരിക്കുന്നു, ഹ ഉല ഇക്കൂട്ടർ, യഅനിൽ മുശ്രിക്കീൻ അഥവാ ബഹുദൈവ വിശ്വാസികൾ. അഥവാ ബഹുദൈവ വിശ്വാസികൾ പുണ്യനബിയോടും സ്വഹാബത്തിനോടും യുദ്ധം ചെയ്തു, അതിൽ എനിക്ക് പങ്കില്ല എന്ന് ഞാൻ ബോധിപ്പിക്കുന്നു. ഇതും പറഞ്ഞിട്ട് സുമ്മ തഖദ്ദമ അദ്ദേഹം കണ്ട് യുദ്ധഭൂമിയിൽ കണ്ട് മുന്നിട്ട് ചാടി. തഖദ്ദമ മുന്നോട്ട് വന്നു. യുദ്ധഭൂമിയിലേക്ക് ശത്രുയുടെ നേരം കണ്ട് മുന്നോട്ട് വരുമ്പോൾ ഫസ്തഖ്ബലഹു സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് അദ്ദേഹത്തെ കണ്ടുമുട്ടി. സഅദ് ബിൻ മുആദ് യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുകയാണ്. ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ കഴിയില്ല, പിന്തിരിഞ്ഞു പോരുകയാണ്. അപ്പോഴാണ് അനസ് ബിൻ നദർ അങ്ങോട്ട് ശത്രുക്കളെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുക. ഫഖാല അപ്പോൾ അനസ് പറഞ്ഞു, യാ സഅദ് ബിൻ മുആദ്, സഅദേ അൽ ജന്ന സ്വർഗം, വറബ്ബിൽ കഅബ കഅബയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം, ഇന്നി അജിദു റീഹഹാ മിൻ ദൂനി ഉഹദ്, ഉഹദിൻ്റെ ഭാഗത്തു നിന്ന് സ്വർഗത്തിൻ്റെ പരിമളം ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽ ജന്ന സ്വർഗം അഥവാ അൽ ജന്ന എന്നാണ് ഇവിടെ ഉള്ളത്, റഫ് ആയിട്ടാണ് ഈ നമ്മുടെ കിതാബിലുള്ളത്. അപ്പോൾ സ്വർഗമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അവിടെ സങ്കല്പിക്കണം, അൽ ജന്നത്തു മത്ലൂബി, എൻ്റെ ലക്ഷ്യം സ്വർഗമാണ് എന്ന് സങ്കല്പിക്കണം. വറബ്ബിൽ കഅബ കഅബയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അവിടെ വാവ് ഖസമിൻ്റെ വാവാണ്, അതാണ് സത്യം എന്നർത്ഥം വെച്ചത്. ഇന്നി തീർച്ചയായും ഞാൻ അജിദു റീഹഹാ സ്വർഗത്തിൻ്റെ മണം എത്തിക്കുന്നുണ്ട്. വജദ യജിദു അജിദു ഞാൻ എത്തിക്കുന്നു. മിൻ ദൂനി ഉഹദ് ഉഹദിൻ്റെ ഭാഗത്ത് നിന്ന്. സ്വർഗത്തിൻ്റെ പരിമളം എത്തിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ എത്തിക്കൽ തന്നെ ആകാം, അതിനിപ്പോൾ തെറ്റൊന്നുമില്ല. അല്ലാഹു തആല ചില മനുഷ്യന്മാർക്ക്, മഹാന്മാരായ ആളുകൾക്ക് കറാമത്തിലൂടെ അങ്ങനെ നൽകും, അതിൽപ്പെട്ടതാണിത്. ഖാല സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമസ്തതഅതു യാ റസൂലല്ലാഹ് മാ സ്വനഅ, പുണ്യനബിയെ അനസ് കാട്ടിക്കൂട്ടിയത് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എനിക്കതിന് സഹായിക്കില്ല. ആ ജാതി യുദ്ധപാടവമാണ് ശത്രുക്കൾക്കിടയിലേക്ക് കൊണ്ട് ചെന്നിട്ട് അനസ് ചെയ്തത്. കാല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതുവരെ നമ്മൾ പറഞ്ഞ അനസ് ബിൻ മാലിക്കിൻ്റെ പിതൃവ്യൻ അനസ് ബിൻ നദീറിനെ കുറിച്ചാണ്. ഈ ഹദീസിൻ്റെ റാവിയായ അനസ് ബിൻ മാലിക് പറയാണ്, ഫവജദിനാ ബിഹി ബിൽഅൻ വസമാനീന ലർബതൻ ബിസ്സൈഫി ഔ തുഅനതൻ ബിറുംഹിൻ ഔ റംയതൻ ബിസഹ്മിൻ. ഫവജദിനാ ബിഹി അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൽ കണ്ടെത്തി. ബിൽഅൻ വസമാനീൻ 30 ചില്ലാനം. ബിൽഅ എന്ന് പറഞ്ഞാൽ താഴെയുണ്ട്, 3ൻ്റെയും 9ൻ്റെയും ഇടയിലുള്ള എണ്ണത്തിനാണ് ബിൽഅ എന്ന് പറയാം. അപ്പോൾ 33 തൊട്ട് 39 വരെയുള്ള എന്ത് കണ്ടെത്തി? ലർബതൻ ബിസ്സൈഫി വാളുകൊണ്ടുള്ള വെട്ടോ, ഔ തുഅനതൻ ബിറുംഹിൻ കുന്തം കൊണ്ടുള്ള കുത്തോ, ഔ റംയതൻ ബിസഹ്മിൻ അല്ലെങ്കിൽ അമ്പുകൊണ്ട് ഏറേറ്റതോ. ഇവകളായിട്ട് 80 ചില്ലാനം
80 ചില്ലാനം മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഞങ്ങൾ കണ്ടെത്തി. വവജദിനാഹു ഖദ് ഖുതിൽ, അദ്ദേഹം കൊല്ലപ്പെട്ട നിലയിൽ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തി. വമസ്സല ബിഹിൽ മുശ്രികൂൻ, ബഹുദൈവ വിശ്വാസികൾ അംഗവിച്ഛേദം നടത്തിയ നിലയിലും അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടെത്തി. ഫമാ അറഫഹു അഹദുൻ, അതുകൊണ്ട് ഒരാൾക്കും അദ്ദേഹത്തെ മനസ്സിലായില്ല. ആകെ അംഗവിച്ഛേദം നടത്തിയപ്പോൾ ഒരാൾക്കും അദ്ദേഹത്തെ മനസ്സിലായില്ല. ഇല്ല ഉഖ്തു, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിക്കൊഴികെ, ബി ബനാനിഹി, വിരൽത്തുമ്പ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതെൻ്റെ സഹോദരനാണെന്ന്. ബനാൻ ഓരോരുത്തരുടെ വിരൽത്തുമ്പും ഒരേപോലെ അല്ലല്ലോ, ഒക്കെ വെവ്വേറെയാണ്. ബലാ അന്നുസവ്വിയ ബനാന എന്ന് ഖുർആനിലുണ്ടല്ലോ. അവരുടെ ഓരോരുത്തരെയും വിരൽത്തുമ്പുകളെ സമമാക്കാൻ കഴിവുള്ളവനാണ്. അപ്പോൾ സഹോദരിയാണ് തിരിച്ചറിഞ്ഞത്. കാല അനസ് എന്നവർ പറയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നറാ ഔ നദുന്നു, ഞങ്ങൾ എഴുതുന്നത്. നറ എന്ന് പറഞ്ഞാലും നദുന്നു എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ അർത്ഥമാണ്. അനസ് എന്നവർ കുന്നാൻ നെറ എന്നാണോ പറഞ്ഞത്, കുന്നാൻ എന്നാണോ പറഞ്ഞത്? ഈ ഹദീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിടത്തുള്ള റാവിക്ക് സംശയമുണ്ട്, എന്താണ് അനസ് ബിൻ മാലിക് പറഞ്ഞത് എന്ന്. അതാണ് കാല അനസ് എന്നവർ പറഞ്ഞു കുന്നാൻ നെറ എന്ന് പറഞ്ഞു, ഔ അല്ലെങ്കിൽ കുന്നാൻ നെവുന്നു എന്ന് പറഞ്ഞു. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് തോന്നുന്നത് അന്ന ആദിഹിൽ ആയ, ഈ ആയത്ത്, വേഷം വരാൻ പോണ ആയത്ത്, നസലത് ഫീഹി വഫി അഷ്ബാഹിഹി, അനസ് ബിൻ നദറിൻ്റെയും അദ്ദേഹത്തെ പോലുള്ളവരുടെയും കാര്യത്തിൽ അവതരിച്ചതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഏതായത്? മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി. അഹ്സാബിലെ 23 വരെയുള്ള ആയത്തുകളാണ്. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറിനെ അവർ പാലിച്ചിരിക്കുന്നു. സ്വദഖു, അവർ സത്യസന്ധത പാലിച്ചു. മാ അഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് അവർ ചെയ്ത കരാറിനോട് അവർ സത്യസന്ധത പാലിച്ചു. അങ്ങനത്തെ ആളുകൾ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് ദീനിനെ പടുത്തുയർത്തിയത്. മുജാഹദ നടത്തിയിട്ടാണ്, ജിഹാദ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും മുജാഹദ ചെയ്യണം, നിങ്ങളും ജിഹാദ് ചെയ്യണം. ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാളും തോക്കുകൊടുത്ത് ഇറങ്ങണം എന്നല്ല. അഫ്ളലുൽ ജിഹാദ് അൽ ഇൽം, ഏറ്റവും വലിയ ജിഹാദ് അറിവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിനോട് അനുസൃതമായ ജിഹാദ് എന്നുള്ളത് അറിവാണ്, വിജ്ഞാനം നേടണം. അങ്ങനെ അതിനെ പ്രചരിപ്പിക്കണം. തിന്മകൾക്കെതിരെ ജിഹാദ് നടത്തണം. അപ്പോൾ ഒരു മുഅ്മിനിന് വിശ്രമിക്കാൻ സമയമില്ല. അവൻ നന്മയുടെ പ്രചാരണത്തിന് വേണ്ടിയും തിന്മയുടെ നാശത്തിന് വേണ്ടിയും അഹോരാത്രം പരിശ്രമിക്കേണ്ടവനാണ്. അനസ് ബിൻ നദറിനെ പോലെയുള്ളവരൊക്കെ എത്ര വലിയ കഷ്ടപ്പാടുകളാണ് അവരൊക്കെ സഹിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. എന്നാൽ അതേസമയം നമ്മൾ അറിവ് നേടാൻ വേണ്ടി, വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമയത്തിൻ്റെ വിലപ്പെട്ട ഭാഗങ്ങൾ ചെലവഴിക്കാൻ മുന്നോട്ട് വരണം. അത് നമ്മുടെ ജിഹാദാണ്, നമ്മുടെ മുജാഹദയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.